ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നേക്കാളും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാമേ. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റി വെക്കാം. അതേ കടായിലോട്ട് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ സവാളയും ക്യാരറ്റും ബീൻസും പിന്നെ കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത കാബേജും ക്യാപ്സിക്കവും ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ബസുമതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഗ്രീൻ പീസും ഇട്ട് ഓയിൽ ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. റൈസ് ഒന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.